ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണമുണ്ടല്ല, ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ചതിക്കുഴി എന്നൊക്കെ വേണമെങ്കിൽ പറയാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പ്, ഫേസ്ബുക്ക് വഴിയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്നുണ്ട്. ഇപ്പോൾ പരിവാഹൻ എന്നുള്ള നമ്മുടെ സൈറ്റില്ലേ, വെഹിക്കിൾ സൈറ്റ്, ഈ സൈറ്റ് നമുക്ക് ഓപ്പൺ തന്നുകൊണ്ട് അതിൽ പൈസ അടയ്ക്കാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പെറ്റി വന്നിട്ടുണ്ട്, പൈസ അടയ്ക്കാൻ പറഞ്ഞുകൊണ്ട് അവരൊരു ഇതിടുന്നുണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അളവടലം നമ്മുടെ പൈസ എടുത്തുകൊണ്ട് പോവുകയാണ്. അതൊരു ഇപ്പോൾ തുടങ്ങിയേക്കണ കുറച്ചാളായിട്ട് തുടങ്ങിയേക്കണ സംഭവമാണ്. അപ്പോൾ എല്ലാവരും അവരുടെ മൊബൈലിൽ വന്ന മെസ്സേജുകൾ, ആവശ്യമില്ലാത്ത മെസ്സേജുകളിൽ കയറി എടുക്കണ്ട. നമുക്കത് റെക്കോർഡിക്കലായിട്ട് വന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് ഇൻവോൾവഡ് ആവാൻ പാടുള്ളൂ. നമ്മുടെ ചിലപ്പോൾ കാശുണ്ടാവില്ല, ഇല്ല ഉള്ള സ്വരുക്കൂട്ടി വെച്ച കാശായിരിക്കും. അത് നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. കുറേ പേര് അറിഞ്ഞിട്ടുണ്ടാവും, എങ്കിലും ഞാനിത് പറയാൻ കാരണം ഒന്ന് ശ്രദ്ധിക്കണം. ഒരു കരുതൽ നല്ലതാണ്. എപ്പോഴും നമുക്ക് ഏത് രീതിയിലും എങ്ങനെ പണിയെടുക്കാണ്ട് കാശുണ്ടാക്കാം എന്ന് നോക്കുന്ന ആൾക്കാരാണ് കൂടുതലും. പിന്നെ നമ്മുടെ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ചാറ്റ് വഴി നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കണക്ട് ചെയ്തിട്ട് കാശ് ചോദിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സുഹൃത്തിന് ഇങ്ങനെ അനുഭവത്തിൽ വന്ന്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയണത്. അറിയാവുന്നവരുണ്ടാവും, എങ്കിലും ഇപ്പം എൻ്റെ ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഉണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. പരിവാഹൻ്റെ സൈറ്റ് വരും, അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവരെന്തെങ്കിലും ചിലപ്പോൾ OTP എന്തെങ്കിലും ചോദിക്കും. നമ്മൾ ഫൈൻ അടയ്ക്കാന്നുള്ള മട്ടിൽ ചിലപ്പോൾ ഒരു വർഷം നമ്മൾ അത് കൊടുക്കുമായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അത് വേണ്ടപ്പെട്ട അധികാരികളായിട്ട് സംസാരിച്ചിട്ട് അത് ചെയ്യാവൂ. അത് ചെയ്യരുത്. അത് നമുക്കിപ്പോൾ ഡയറക്റ്റായിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസുകളുണ്ട്. നമ്മൾ ഓൺലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണ് ഇത് പെടണത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഇതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോവും, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവർ ഇടപെടലും എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അത് പോലീസ് അതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അത് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ രീതികൾ വന്നതെന്നുള്ളത്. അപ്പോൾ അതൊന്നും നമ്മുടെ